ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സ്കിൻ കെയർ ചെറുതായിട്ടും കൂടെ ഒന്ന് ചെയ്യാം. കാരണം ഐബ്രോസ് ഷേപ്പ് ചെയ്തിട്ടും ഫേഷ്യൽ എടുത്തിട്ടും കുറച്ച് ദിവസം ഒരു മാസത്തിൽ കൂടുതലായി കേട്ടോ. എൻ്റെ ഒരു മടി കാരണം ഞാനിങ്ങനെ വിചാരിച്ചു പ്രോഡക്റ്റ് ഏതെങ്കിലും റിവ്യൂ ചെയ്യാൻ നേരം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ വെച്ചാൽ പ്രോഡക്റ്റ് റിവ്യൂ തന്നെ ചെയ്തേക്കാം. നിങ്ങൾ തമ്പനെയിൽ കണ്ടപ്പോഴേ മനസ്സിലാക്കണം ഞാൻ എന്ത് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഐബ്രോ ഒന്ന് ഒന്ന് ഷേപ്പ് ആക്കുകയാണ്. എനിക്ക് ഒരുപാട് തിന്നായിട്ടാവുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഹെയർ എക്സസ് ആയിട്ടുള്ള ഹെയർ മാത്രം ഞാനൊന്ന് എന്താ പറയുക ഷേപ്പ് ആക്കിയാണ് ഈ ഒരു റേസർ വെച്ചിട്ട്, ഐബ്രോ റേസർ വെച്ചിട്ട്. പക്ഷേ ഇതെനിക്ക് അത്ര എഫക്റ്റ് ആയില്ല. വേറെ റേസർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം ഐബ്രോസും ചെയ്തു. അത് കഴിഞ്ഞ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് തരാം. ഓക്കെ, ഇത് നൈറ്റ് ചെയ്യേണ്ട ഒരു ഫേസ് മാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ വാങ്ങിച്ചാൽ ഇതിൻ്റെ വീഡിയോസ് ഞാൻ വാങ്ങിച്ച വീഡിയോസ്, ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ തന്നെ. എൻ്റെ ചാനലിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് എന്നെ കാണുകയാണെങ്കിൽ ഞാനൊരു യൂട്യൂബറാണ്, ബിഗിനിങ് യൂട്യൂബറാണ്, മൈക്രോ ഇൻഫ്ലുവൻസറാണ്. പ്രോഡക്റ്റ്സൊക്കെ റിവ്യൂ ചെയ്യാൻ ആണ് ഞാൻ കൂടുതലും വീഡിയോസ് ഇടുന്നത്. അതേപോലെ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഒന്ന് ടാബ് ചെയ്തിട്ടുണ്ട്. ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ ഈ മാസ്ക് ഇടാമെന്ന്. ഇത് ഓവർനൈറ്റ് സ്ലീപ്പിംഗ് മാസ്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് ടോൺ ചെയ്തിട്ടുണ്ട്, ഫേസ് വാഷ് ചെയ്തിട്ടൊന്ന് ഒന്ന് പാറ്ററി കൊടുത്തിട്ട് ഒന്ന് ടോൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലിപ് മാസ്കാണ് ഇടുന്നത്. ലിപ് മാസ്ക് ഇട്ടിട്ട് ലിപ് ബാം കൂടെ ഒന്ന് സെറ്റ് ആകുന്നത്. പിന്നെ കുറച്ച് സിറം കൂടെ ഇടും. കാരണം ഫേസ് റേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഡ്രൈനെസ് ആവണ്ടെന്ന് വിചാരിച്ച് ഒന്ന് സിറം കൂടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് അബ്സർവറായിട്ട് കുറച്ച് നേരം ഇടുന്നത്. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് തോന്നുന്നത്. ഇത് ടൈം എടുത്താണ് ഒരു 5 മിനിറ്റ്സ് സെറ്റ് ആവാനും ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ വരാം കേട്ടോ. അപ്പം ഈ ഇതിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നല്ലൊരു സിറമാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതെല്ലാം ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാസ്കാണ്. ഇതിൻ്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ എല്ലാ റിവ്യൂ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. 1000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ ലിങ്ക് പ്രൈസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ സ്പാച്ചുലയിലെടുത്ത് ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ഞാൻ പറഞ്ഞില്ലേ, ഫേസ് ഓവർനൈറ്റ് കൊളാജൻ നൈറ്റ് മാസ്കാണ്. അപ്പോൾ ഞാനിത് ഫേസ് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് വേറെ ഒന്നുകൊണ്ടല്ല. കാരണം നമ്മൾ ഈ പ്രോഡക്റ്റ് കയ്യിലെടുക്കുമ്പം, നമ്മൾ ഈ പീലിംഗ് മാസ്ക് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം എന്താ പറയുക, കയ്യിലെല്ലാം ആവും, ഒരുപാട് പ്രോഡക്റ്റ് കയ്യിലും വേസ്റ്റ്. ഇതാകുമ്പോൾ ഒരു സ്പാച്ചുലയിൽ എടുക്കുകയാണെങ്കിൽ ഫേസ് ഫുൾ നമുക്ക് കറക്റ്റ് ഒരു തിൻ ലെയർ കൊടുക്കുകയും ചെയ്യാം. ഒരുപാട് പ്രോഡക്റ്റ് വേസ്റ്റ് ആവത്തുമില്ല. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് ഈ ഒരു ആപ്ലിക്കേറ്ററിൽ എടുത്തപ്പം താഴെ പോയായിരുന്നു. അപ്പോൾ ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നൈറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. സ്കിൻ കെയർ ചെയ്തിട്ട് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതിനൊരു ചെറിയൊരു ഫ്രേഗ്രൻസ് കൂടെ ഉണ്ട് കേട്ടോ. ചെറിയതായിട്ടൊരു ഫ്രേഗ്രൻസ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ചെറിയ ഫ്രേഗ്രൻസ് ഉണ്ട്. അത് ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ് നെക്ക് അവോയ്ഡ് ചെയ്യുക. ഫേസ് ഫുൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്തിട്ട് എല്ലായിടത്തും കറക്റ്റ് ആയോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളവർ ഒന്ന് പറയുക. ഞാനിതിൻ്റെ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കണ്ടത്. ഇത് 50% ഓഫറിലുള്ള സമയത്താണ് ഞാൻ വാങ്ങിച്ചത്. ബിലോ 1000 ഞാൻ വാങ്ങിച്ചത്. പ്രോഡക്റ്റ് അത്യാവശ്യം ഈ പ്രോഡക്റ്റ് അറിയാത്തവരാരും കാണത്തില്ല, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോഴാണ് അറിഞ്ഞത്. ഒരു 15 മിനിറ്റ്സ് നമ്മളിത് ഫേസിലൊന്ന് സെറ്റാൻ വിടണം. ഞാനത് ആ സമയം കൊണ്ട് ഒന്ന് സെറ്റാൻ വിട്ടിട്ട് ഇനി ഞാൻ കിടക്കാൻ പോവാം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ, അപ്പോൾ രാവിലെയായി ഫുൾ സെറ്റ്. ആരും പേടിക്കണ്ട, രാവിലെയായി ഉറക്കക്ഷീണതാണ്. ഇത് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും സത്യം ഉറങ്ങാൻ പറ്റിയില്ല. കാര്യം നമുക്കിത് എന്ത് റിസൾട്ട് അറിയണമല്ലോ. അപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അത് സെറ്റാവാനായിട്ട് വിട്ടു. നല്ല ഗ്ലേസിങ് പോലെ ഉണ്ട്. നമുക്ക് ഫേസിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പോലും തോന്നില്ല. പക്ഷെ കിടക്കാൻ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു നമ്മൾ പീൽ ഓഫ് മാസ്ക് ചെയ്തില്ലേ, അതുപോലെ ചെയ്യാം. അതിനാണ് ഞാൻ ഹെയറൊക്കെ റിമൂവ് ചെയ്തത്. കാരണം ഇച്ചിരി ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിമൂവ് ആവാൻ പാടായിരിക്കും. അങ്ങനെ പാടുള്ളവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ലൂക്കോം വാട്ടർ, ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്താലും മതി. ഹെയറൊക്കെ ഉള്ളവരൊക്കെ, തിക്ക് ഹെയറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ചെയ്താലും മതി. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഗ്ലേസിങ് തരുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ആ സമയത്താണ്. യൂസ് ചെയ്തിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ബ്രൈഡ് മെയ്ഡ്സൊക്കെയാണ് എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ പോകാൻ നിങ്ങൾ റെഡി ആവുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് തലേന്ന് യൂസ് ചെയ്യുക. നല്ല റിസൾട്ടായി. ഇത് വാങ്ങിച്ചിട്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടും വന്നു.
ഫേസൊക്കെ ഫുൾ വാഷ് ചെയ്ത് ഒന്ന് പാഡ് ഡ്രൈ കൊടുക്കുന്നുണ്ട്. ഫേസ് വാഷ് ചെയ്തിട്ടും ആ ഒരു ഫേസിലൊരു ഗ്ലോ അതുപോലെ ഉണ്ട്. ആ ഒരു ഗ്ലോ എനിക്ക് അന്ന് മൊത്തവും പിറ്റേന്നൊക്കെ ആ ഫേസിലെ ഗ്ലോ നല്ലോണം ഉണ്ടായിരുന്നു. നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടിയതിൻ്റെ തൊട്ടും നല്ലൊരു ഗ്ലോ ഉള്ളിൽ നിന്നൊരു ഗ്ലോ തന്നതിൻ്റെ തൊട്ടും തോന്നുന്നുണ്ട്. ഒരു എന്താ പറയുക, ഇതിന് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. മോർണിംഗ് എണ്ണീറ്റ് ആ മാസ്ക് റിമൂവ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തേ ഉള്ളൂ. ഫേസിന് നല്ലൊരു ഗ്ലേസിങ്, നല്ല സോഫ്റ്റ്നെസ്, നല്ല പ്ലംപി ആയിട്ടും തോന്നുന്നുണ്ട്. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഞാൻ നല്ലൊരു സോഫ്റ്റ്നെസ് ഈ ഒരു സ്മെല്ല് ഒഴിച്ച് ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ലും ഒരു ചെറിയൊരു ഇറിറ്റേഷനും ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ സെൻസിറ്റീവായിട്ട് സ്കിന്നുള്ളവരൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ്, ഇതുപോലത്തെ പ്രോഡക്റ്റ് റിവ്യൂസൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇതേപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ലിങ്ക്സ് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് ചെയ്തത്. അതിന് ഞാൻ മൊബൈലിൽ ടൈം നോക്കിയതാണ് വീഡിയോ. പിന്നെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നാണ് ഞാൻ അപ്പോഴത്തേക്ക് 7:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പം റെഡി പോവാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.